നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം വലിയ പുരോഗമനവാദിയാണെന്ന് ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോഴും എക്കാലവും പുരോഗമനത്തിനൊപ്പം തന്നെ തൻ്റെ യാഥാസ്ഥികമായ മനോഭാവം, ആരാധനാക്രമത്തിലടക്കമുള്ള യാഥാസ്ഥികമായ തൻ്റെ നിലപാട് അദ്ദേഹം എക്കാലവും ഉറപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പരിഷ്കാര നടപടികളൊക്കെയായി മുമ്പോട്ട് പോകുമ്പോഴും ആരാധനാക്രമത്തിൽ തൊട്ടൊരു ചിന്തകളിലേക്ക് അദ്ദേഹം പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സിറോ മലബാർ സഭയുടെ ആരാധനാക്രമ ഏകീകരണ വിഷയത്തിൽ കൃത്യമായ നിലപാടും കടുത്ത നിലപാടും സിറോ മലബാർ സഭയ്ക്ക് ഒപ്പം തന്നെ ചേർന്ന് പൗരസ്ത്യ തിരുസംഘവും വത്തിക്കാനും സ്വീകരിച്ചിരുന്നത്. വത്തിക്കാൻ്റെ ശക്തമായ നിലപാടിന് മുന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു എന്നുള്ളത് ഏറെ വ്യക്തമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിവാദത്തിൽ എക്കാലവും അദ്ദേഹം നിലകൊണ്ടത് സിറോ മലബാർ സഭയുടെ അധ്യക്ഷനും അതുപോലെ സിറോ മലബാർ സഭ സിനഡും സ്വീകരിച്ച നിലപാടുകൾക്കൊപ്പമായിരുന്നു. പിന്നീടത് ആരാധനാക്രമ ഏകീകരണത്തിലേക്ക് വന്നപ്പോഴും സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ച തീരുമാനത്തിനെ ശക്തമായി നടപ്പിലാക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു അദ്ദേഹം എല്ലാ കാലത്തും മുന്നോട്ട് വച്ചിരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി മാർപ്പാപ്പ ഒരു പ്രത്യേക വീഡിയോ സന്ദേശം തന്നെ ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ സമീപകാലത്തൊന്നും കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവമായിരുന്നു അത്തരം ഒരു വീഡിയോ ഒരു രൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും വേണ്ടി ഒരു മാർപ്പാപ്പ ചെയ്തിരുന്നത്. കാരണം അത്രത്തോളം അധികമായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന സംഭവങ്ങൾ. സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ഒരു പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ തന്നെ നിയമിച്ച് ഈ രൂപതയിലെ ഭരണം കൃത്യമായി നടത്താനും ആരാധനാക്രമ ഏകീകരണം നടപ്പിലാക്കാനും മാർപ്പാപ്പ ഇടപെട്ട് പൗരസ്ത്യ തിരുസംഘത്തെ കൊണ്ട് നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇവിടുത്തെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റായ ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിൽ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന് നേരെ ഇവിടുത്തെ വിശ്വാസികളുടെ ഒരു വിഭാഗം വിശ്വാസികളും കുറച്ച് വൈദികരും ചേർന്ന് ആക്രമണം നടത്തുന്ന അടക്കമുള്ള സംഭവങ്ങൾ മാർപ്പാപ്പയെ അന്ന് വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിനുശേഷമാണ് ആ ഒരു വീഡിയോ സന്ദേശം അനുസരണയാണ് ഏറ്റവും പ്രധാനമെന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വിശ്വാസികളെയും വൈദികരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ രൂപതയിൽ മോശമായ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുക എന്നതല്ല പ്രധാനം, സഭയെ അനുസരിക്കുക, സിനഡ് എടുക്കുന്ന തീരുമാനത്തെ അനുസരിക്കുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ച് അന്ന് ആ വീഡിയോ സന്ദേശം ഇറക്കിയിരുന്നു. അത്രയധികം ഒരു രൂപതയെ തൻ്റെ അനുസരണക്കേട് കാണിക്കുന്ന തൻ്റെ മക്കളെ തന്നിലേക്ക് ചേർത്ത് നിർത്താൻ, ആ സഭയോട് ചേർത്ത് നിർത്താൻ വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു വലിയ ഇടയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അത് ഈ രൂപതയോടും സിറോ മലബാർ സഭയോടുമുള്ള സ്നേഹം കൊണ്ട് ചെയ്ത ഒരു തീരുമാനമായിരുന്നു. ഏതായാലും അത്തരമുള്ള വലിയ തീരുമാനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം വൈദികരും വിശ്വാസികളും അദ്ദേഹത്തെ അനുസരിച്ചോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. എപ്പോഴും എല്ലാ കാലത്തും അവർ പറഞ്ഞിരുന്നു പോപ്പ് കുർബാന അർപ്പിക്കുന്നത് പോലെ ഞങ്ങൾ അർപ്പിക്കുന്നു. പക്ഷേ പോപ്പ് പറഞ്ഞ കാര്യത്തെ കേൾക്കാനും സ്വീകരിക്കാനും തയ്യാറാകാത്ത ഒരു വിശ്വാസ സമൂഹത്തെ, ചുരുക്കമാണ് ആ വിശ്വാസ സമൂഹത്തിലെ പ്രതിനിധികളെങ്കിൽ പോലും അവർ നേതൃത്വം നൽകുന്ന കുറച്ച് ആളുകൾ കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ മോശക്കാരാക്കി കാണിക്കാൻ സാധിച്ചു. അത്തരമൊരു വിഷമം മാർപ്പാപ്പയ്ക്ക് എന്തായാലും ഉണ്ടായിരുന്നു. ഏതായാലും മാർപ്പാപ്പ ഇത്തവണ തൻ്റെ ആരോഗ്യ അവസ്ഥയെ കഴിഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞ ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൃത്യമായ നടപടികളുണ്ടാകും. വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വൈദികരെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു വിശ്വാസ സമൂഹം നിന്നിരുന്നത്. ആ വിശ്വാസ സമൂഹത്തിന് ഏതായാലും വലിയ വിഷമങ്ങളുണ്ട്. പക്ഷേ അതിൽ ആരും നിരാശപ്പെടേണ്ടതില്ല. അടുത്ത മാർപ്പാപ്പ എത്തുമ്പോഴും ഈ ഒരു അച്ചടക്ക രംഗത്തെ തുടരാൻ കഴിയില്ല. ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയെയും സിറോ മലബാർ സഭയും ഒക്കെ ഏറെ സ്നേഹിച്ച ഒരു വലിയ ഇടയൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തോട് നീതി പുലർത്താനായില്ല, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു നിരാശയും വിഷമവും സങ്കടവുമൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സിറോ മലബാർ സഭയ്ക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്.